അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. കരൺ 18,000 രൂപ മുതൽ മുടക്കി ഒരു ബിസിനസ് തുടങ്ങി. 4 മാസത്തിന് ശേഷം 24,000 രൂപ മുതൽ മുടക്കി രമേശ് ആ ബിസിനസ്സിൽ പങ്കാളിയായി. വർഷാവസാനം അവർക്ക് രണ്ടുപേർക്കും കൂടി ലഭിച്ച ആകെ ലാഭം 5,100 രൂപയാണെങ്കിൽ രമേശിന് കിട്ടിയ ലാഭം എത്ര? ഇതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്. 2,300, 2,400, 2,200, 2,100. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്നത് കരൺ എത്രയാണ്? 18,000 രൂപയാണ് മുടക്കിയത്. എത്ര മാസത്തേക്കാണ്? അത് നമ്മളെ ചോദ്യത്തിൽ കരണിൻ്റെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാം. കരൺ തുടങ്ങി 4 മാസത്തിന് ശേഷമാണ് ആര് തുടങ്ങിയത്? രമേശ് പങ്കാളിയായത്. പിന്നെ വർഷാവസാനത്തെ കാര്യമാണ് പറയുന്നത്. അതായത് ഒരു വർഷത്തേക്കാണ് ആകെ ഈ ബിസിനസിന്റെ ഒരു കാലയളവ് കൂട്ടുന്നത്. അപ്പോൾ കരൺ തുടക്കം മുതലുള്ളത് കൊണ്ട് കരണിന് ഒരു വർഷം, അതായത് 12 മാസം കരൺ ഈ 18,000 രൂപയും ചെലവാക്കി. പിന്നെ പറഞ്ഞത് 24,000 രൂപ ആരാണ് മുടക്കിയത്? രമേശ് ആണ് മുടക്കിയത്. എത്രയാണ്? 24,000. രമേശ് എത്ര മാസമാണ്? കരൺ തുടങ്ങി 4 മാസത്തിന് ശേഷമാണ് രമേശ് വന്നത്. അപ്പൊ കരണിനേക്കാൾ 4 മാസം കുറവായിരിക്കും ആരുടേത്? രമേശിൻ്റെത്. അപ്പൊ രമേശിൻ്റെത് 8 മന്ത് ആയിരിക്കും, 8 മാസമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അറിയാവുന്നത്. പിന്നെ പറഞ്ഞു ലാഭമായിട്ട് എത്ര കിട്ടി? 5,100 രൂപ ഒരു വർഷം കൊണ്ട് കിട്ടി. അപ്പൊ അത് ഒരു വർഷം കഴിഞ്ഞ് വീതിക്കണം. രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് പങ്കാളിത്തമെങ്കിൽ നമുക്ക് പകുതിയായിട്ട് വീതിച്ചു കൊടുക്കാം. അതായത് രണ്ടാളും ഒരേ പങ്കാളിത്തം 1:1 ആണെങ്കിൽ നമുക്ക് പകുതിയായിട്ട് കൊടുക്കാം. ഇനി ഒരാള് 2 മടങ്ങും മറ്റേ ആൾ 1 മടങ്ങും ആണെങ്കിൽ നമുക്ക് 2:1 വീതിച്ചു കൊടുക്കാം. പക്ഷെ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ അനുപാതം കണ്ടെത്തണം. അതിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ അനുപാതം കണ്ടെത്താൻ ആദ്യം എന്ത് ചെയ്യാം? ആദ്യത്തെ ആളിന്റെ തുക എത്രയാണോ മുതൽ മുടക്കിയത് ഇൻറ്റു അയാൾ മുതൽ മുടക്കിയ മാസം എഴുതുക. പിന്നെ രണ്ടാമത്തെ ആളുടെ തുക 24,000 ആണ്. അയാൾ എത്ര മാസത്തേക്കാണ്? 8 മാസത്തേക്കാണ്. ഇത് തമ്മിലുള്ള അംശബന്ധമായിരിക്കും ഇവര് ലാഭം വീതിക്കുന്നതിന്റെ അംശബന്ധം. അപ്പൊ അംശബന്ധം എത്രയാണ്? 18,000 × 12 ഈസ്റ്റു 24,000 × 8. ഇത് കിട്ടിയത് എങ്ങനെയാണ്? ആദ്യത്തെ ആൾ എത്ര മുടക്കി ഇൻറ്റു എത്ര മാസത്തേക്കാണ്, രണ്ടാമത്തെ ആൾ എത്ര മുടക്കി ഇൻറ്റു എത്ര മാസത്തേക്കാണ്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. രണ്ട് ഭാഗത്തും 3 പൂജ്യം ഉണ്ട്, 3 പൂജ്യം ഉണ്ട്, വെട്ടി. ഇവിടെ 18-ൽ എത്ര ആറുണ്ട്? 3 ആറുണ്ട്. 24-ല് 4 ആറുണ്ട്. ഇനി 12-ൽ എത്ര നാലുണ്ട്? 3 നാലുണ്ട്. ഇവിടെ ഒരു 4 ഉണ്ട്. ഓക്കെ, ഇപ്പുറത്ത് അപ്പോൾ 8 മാത്രമാണ് ബാക്കി. ഈ ഇടത്ത് ഭാഗത്ത് 3 × 3 9. അപ്പോൾ 9:8 എന്ന അനുപാതത്തിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ലാഭം വീതിക്കാൻ. അപ്പൊ ഈ 9 ആർക്കാണ്? കിരണിനാണ്. ഇടത്ത് ഭാഗത്ത് എഴുതിയത് കിരണിന്റെ ആയതുകൊണ്ട് കിരണിന് 9-ഉം രമേശിന് 8-ഉം കിട്ടുന്ന രീതിയിൽ വേണം വീതിക്കാൻ. അതായത് ആകെ 17 ഭാഗമാക്കിയാൽ അതിൽ 9 ഭാഗം ആർക്ക് പോകണം? കിരണിന്. 8 ഭാഗം രമേശിന് പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര രൂപയുണ്ട് ലാഭം? 5,100 രൂപയുണ്ട്. അതിന് എത്ര ഭാഗമാക്കണം? 17 ഭാഗമാക്കണം. അപ്പൊ 17 കൊണ്ട് ഹരിക്കണം. നമ്മളോട് ചോദിച്ചത് രമേശിന് എത്ര ലാഭം കിട്ടി എന്നാണ്. രമേശിന് എത്രയാണ്? രമേശിന് 8 ഭാഗമാണ് പോകേണ്ടത്. ആകെ 17 ഭാഗമാക്കി അതിന്റെ 8 എണ്ണം ആർക്ക് പോകണം? രമേശിന് പോകണം. അപ്പൊ രമേശിന് കിട്ടാൻ 5,100/17 × 8 ചെയ്താൽ കിട്ടും. ഇത് ചെയ്യുന്ന സമയത്ത് ഉത്തരം 2,400 എന്ന് കിട്ടും. അതായത് ഇവിടെ ഒരു 17, ഇവിടെ 3 17. അപ്പോൾ ബാക്കി 8 3 24. അപ്പോൾ 2,400 രൂപയാണ് ആർക്ക് കിട്ടുന്നത്? രമേശിന് ലാഭമായിട്ട് കിട്ടുന്നത്. ഇനി പകരം കിരണിന്റെ എത്രയാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇത് കണ്ട ശേഷമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 5,100-ൽ നിന്ന് 2,400 പോയാൽ 2,700 രൂപയാണ് കിരണിന് എന്ന് കൊടുക്കാം. ഇനി അതല്ല ഡയറക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ 5,100-നെ എത്ര ഭാഗമാക്കാം? 17 ഭാഗമാക്കുന്നു. അതിൽ 9 ഭാഗം ആർക്ക് പോകണം? കിരണിന് പോകണം. വീണ്ടും വെട്ടുന്നു. 17-ഉം 51-ഉം. 300 × 9 2,700 രൂപയാണ്.
ആരുടേത്? കിരണിൻ്റെതാണ് ചോദിച്ചതെങ്കിൽ. ചോദിച്ചത് രമേശിന്റെ ആയതുകൊണ്ട് ഉത്തരം 2400 ഓപ്ഷൻ ബി ആണ്. ഇനി ഇതുപോലെയുള്ള ഒരു 2 ചോദ്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്തു നോക്കുക. ഉത്തരം എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഒന്ന്, വിഷ്ണു 36,000 രൂപ മുതൽ മുടക്കി ബിസിനസ് തുടങ്ങി. 6 മാസത്തിന് ശേഷം രാജീവ് ചേർന്നു 54,000 രൂപയാണ് രാജീവ് മുതൽ മുടക്കിയത്. വർഷാവസാനം കിട്ടിയ ലാഭം 9,100 ആണ്. അങ്ങനെയാണെങ്കിൽ രാജീവിന് ലഭിച്ച ലാഭം എത്ര? അതുപോലെ ഒരു ചോദ്യം കൂടെ താഴെ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും പ്രാക്ടീസ് ഇതേ രീതിയിൽ തന്നെ ചെയ്തു നോക്കാം. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം.